ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കറക്ഷൻ ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കറക്ഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയം അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. Achieving both the internal balance and external balance is one of the most important macroeconomic objectives of any country. ഏതൊരു കൺട്രിയുടെയും മാക്രോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻറ്റേർണൽ ബാലൻസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബാലൻസും അച്ചീവ് ചെയ്യൽ. Country usually strive to remove or at least to reduce the deficit in balance of payments and always try to attain equilibrium in balance of payments. കൺട്രി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡെഫിസിറ്റിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. There are a number of measures available to correct the balance of payments disequilibrium. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് മെഷേഴ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക് കറക്ഷൻ, സെക്കൻഡ് വൺ ഡെലിബ്രേറ്റ് കറക്ഷൻ. അതിൽ ഡെലിബ്രേറ്റ് കറക്ഷനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മോണിറ്ററി മെഷേഴ്സ്, ട്രേഡ് മെഷേഴ്സ്, മിസ്ലേനിയസ് മെഷേഴ്സ്. അതിൽ നമുക്ക് കറക്ഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയത്തിലെ ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക് കറക്ഷൻ. The theory of automatic correction is that if the market forces of demand and supply are allowed to have free play, in course of time, equilibrium will be automatically restored. അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്തത് വഴി, ഫ്രീ പ്ലേ ചെയ്യുന്നത് വഴി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് കറക്ഷൻ ഉണ്ടാവുകയും ഇക്വിലിബ്രിയം ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്നുണ്ട് ഇക്വിലിബ്രിയം. ഫോർ എക്സാമ്പിൾ, വെൻ ദർ ഇസ് എ ഡെഫിസിറ്റ്, ദ ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എക്സീഡ്സ് ഇറ്റ്സ് സപ്ലൈ. അതായത് ഡെഫിസിറ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എക്സീഡ്സ് സപ്ലൈ ആണെങ്കിൽ ദിസ് റിസൾട്ട് ആൻ ഇൻക്രീസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്. അത് എക്സ്ചേഞ്ച് റേറ്റ് കൂടാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറയാനും അത് കാരണമാവുന്നുണ്ട്. വെൻ ദർ ഇസ് എ ഡെഫിസിറ്റ്, ദ ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എക്സീഡ്സ് ഇറ്റ്സ് സപ്ലൈ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ എ ഇൻക്രീസ് ഇൻ ദി എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് എ ഫോൾ ഇൻ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി. ആൻഡ് ദിസ് മേക്സ് ദ എക്സ്പോർട്സ് ഓഫ് എ കൺട്രി ചീപ്പർ ആൻഡ് ഇമ്പോർട്ട്സ് ഡിയറർ ദാൻ ബിഫോർ. എക്സ്പോർട്സ് ചീപ്പറായിട്ട് മാറുന്നു. Consequently, increase in exports and fall in imports restore the balance of payments equilibrium. എക്സ്പോർട്ട് കൂടി ഇമ്പോർട്ട് കുറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയം മേ ബി കറക്റ്റഡ് ബൈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ പ്രൈസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡിസിക്വിലിബ്രിയം എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? പ്രൈസിൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ, ഇൻകത്തിൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫ്ലോസിൽ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ഡെലിബ്രേറ്റ് കറക്ഷൻ. The various problems associated with the policy of automatic correction. ഓട്ടോമാറ്റിക് കറക്ഷൻസിൽ കുറേയധികം പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം there are certain deliberate measures to correcting the balance of payments disequilibrium. അപ്പോൾ ഡെലിബ്രേറ്റ് മെഷേഴ്സ് ആവശ്യമാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് ഡെലിബ്രേറ്റ് മെഷേഴ്സ് ആവശ്യമാണ്. ഈ ഓട്ടോമാറ്റിക് കറക്ഷൻ ആയിട്ട് കുറേയധികം പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡെലിബ്രേറ്റ് മെഷേഴ്സ് ആവശ്യമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ. ദി മെഷേഴ്സ് മേ ബി ബ്രോഡ്ലി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ മോണിറ്ററി മെഷർ, സെക്കൻഡ് വൺ ട്രേഡ് മെഷർ, തേർഡ് വൺ മിസ്ലേനിയസ് മെഷർ. ഫസ്റ്റ് വൺ മോണിറ്ററി മെഷേഴ്സ്, സെക്കൻഡ് വൺ ട്രേഡ് മെഷേഴ്സ്, തേർഡ് വൺ മിസ്ലേനിയസ് മെഷേഴ്സ്. അതിലെ ഫസ്റ്റ് വൺ മോണിറ്ററി മെഷേഴ്സ്. ദ മേജർ മോണിറ്ററി മെഷേഴ്സ് ഫോർ കറക്റ്റിംഗ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയം മേ ബി under 3 heads.
First one, monetary contraction or expansion. Second one, devaluation. Third one, exchange control. അതിലെ ഫസ്റ്റ് വൺ മോണിറ്ററി കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ. The level of aggregate domestic demand, domestic price level, and the demand for imports and exports may be influenced by the contraction or expansion of money supply. അതായത് the level of aggregate domestic demand, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൈസ് ലെവല്, അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഡിമാൻഡ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൈസ് ലെവല്, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ. ഇതെല്ലാം തന്നെ മണി സപ്ലൈൻ്റെ കോൺട്രാക്ഷനെയും അതുപോലെ തന്നെ എക്സ്പാൻഷനെയും എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു കറക്റ്റ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്സ് വി അഡോപ്റ്റ് എ പോളിസി ഓഫ് കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പോളിസി ഓഫ് കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ റെഡ്യൂസസ് ദി പർച്ചേസിംഗ് പവർ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഈസ് ലൈക്ലി ടു റെഡ്യൂസ് ദി ഡൊമസ്റ്റിക് പ്രൈസസ്. മണി സപ്ലൈ കോൺട്രാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൈസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദി ഫോൾ ഇൻ ഡൊമസ്റ്റിക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഡൊമസ്റ്റിക് പ്രൈസസ് റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് ആൻഡ് വിൽ ലൈക്ലി ടു ഇൻക്രീസ് എക്സ്പോർട്ട്സ്. The fall in imports and exports would help to correct the disequilibrium in balance of payments. Fall in domestic aggregate demand and domestic prices. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഡൊമസ്റ്റിക് അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള കുറവ് ഡൊമസ്റ്റിക് പ്രൈസസ് കുറയാനും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് കുറയാനും കാരണമാവുന്നുണ്ട്. അത് എക്സ്പോർട്ട് കൂടാൻ കാരണമാവുന്നുണ്ട്. Thus, fall in imports and exports would help to correct the disequilibrium in balance of payments. Fall in exportsum importsum balance of paymentൽ ഡിസിക്ലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് മോണിറ്ററി മെഷർ ഏതാണ്? ഡീവാലുവേഷൻ. സെക്കൻഡ് മോണിറ്ററി മെഷറാണ് ഡീവാലുവേഷൻ. Devaluation means official reduction in the external value of domestic currency in terms of other currencies. അതർ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ വാല്യൂവിനെ ഒഫീഷ്യലി റെഡ്യൂസ് ചെയ്യുക, അതിനെയാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് എക്സ്പോർട്ട്സ് ചീപ്പർ ഇൻ ദ ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് ഇമ്പോർട്ട്സ് കോസ്റ്റ്ലിയർ ഇൻ ടേംസ് ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി. എക്സ്പോർട്ട് ചീപ്പർ ആക്കുന്നുണ്ട് ഫോറിൻ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡൊമസ്റ്റിക് കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ്ലിയറും ആക്കുന്നുണ്ട്. ഡീവാലുവേഷൻ ഇനേബിൾസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ. ഡീവാലുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. എ കൺട്രി വിത്ത് എ ഫണ്ടമെൻ്റൽ ഡിസിക്ലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മേ ഡീവാല്യൂ ഇറ്റ്സ് കറൻസി ഇൻ ഓർഡർ ടു സ്റ്റിമുലേറ്റ് എക്സ്പോർട്ട്സ് ആൻഡ് discourage imports to correct the disequilibrium. A country with a fundamental disequilibrium in balance of payment. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡിസിക്ലിബ്രിയം ആണെങ്കിൽ കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഡീവാല്യൂ ചെയ്യുന്നുണ്ട്. അതുവഴി എക്സ്പോർട്ട് കൂടുന്നു, ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുന്നു. അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്ലിബ്രിയം കറക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. ഡീവാലുവേഷന് ഈ ഒരു ഇതിനെ പറയുന്നത് എന്താണ്? Expenditure switching policy, as it encourages switching of expenditures between the foreign and domestic goods. It encourages switching of expenditures between the foreign and domestic goods. എക്സ്പെൻഡിച്ചേഴ്സ് ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഗുഡ്സിലായിട്ട് സ്വിച്ചിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, എക്സ്ചേഞ്ച് കൺട്രോൾ. Under exchange control, the whole foreign exchange resources of the nation are brought under the control of Exchange Control Authority. എക്സ്ചേഞ്ച് കൺട്രോളിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസിൻ്റെ മൊത്തം കൺട്രോള്
എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റിയാണ്. ദാറ്റ് ഈസ് സെൻട്രൽ ബാങ്ക്, ട്രഷറി ഓർ സ്പെഷ്യലൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഏജൻസി. Dealings and transactions in foreign exchange are regulated by the Exchange Control Authority. ഡീലിങ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്, ഫോറിൻ എക്സ്ചേഞ്ചിലെ ഉള്ള ഡീലിങ്സും ട്രാൻസാക്ഷനും എല്ലാം തന്നെ എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ടേഴ്സ് ഹാവ് ടു സറണ്ടർ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഹോം കറൻസി ആൻഡ് ദി പെർമിഷൻ ഓഫ് ദി എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റി has to be obtained for making payments in foreign exchange. Exporters have to surrender the foreign exchange earnings. എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിനെ സറണ്ടർ ചെയ്യുന്നുണ്ട് ഹോം കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട്. എക്സ്പോർട്ടേഴ്സ് ഹാവ് ടു സറണ്ടർ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഹോം കറൻസി ആൻഡ് ദ പെർമിഷൻ ഓഫ് എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റി has to be obtained for making payments in foreign exchange. The permission of exchange control authority has to be obtained for making payments in foreign exchange. ഫോറിൻ എക്സ്ചേഞ്ചിലെ പേയ്മെൻറ്റ്സ് മേക്ക് ചെയ്യാനായിട്ട് എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദി അലോക്കേഷൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ പ്രയോറിറ്റീസ്. ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? നാഷണൽ പ്രയോറിറ്റീൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. By virtue of its control over the use of foreign exchange, the government can control imports and correct the disequilibrium in its balance of payment. ഈ ഒരു കൺട്രോളിൻ്റെ വെർച്യൂ എന്ന് പറയുന്നത് എന്താണ്? ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദ യൂസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്തത് വഴിയുള്ള വെർച്യൂ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിന് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യാനും അതുവഴി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡിസിക്ലിബ്രിയം കറക്റ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ടോപ്പിക് എന്താണ്? കറക്ഷൻസ് ഓഫ് ഡിസിക്ലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഓട്ടോമാറ്റിക് കറക്ഷനും പഠിച്ചു, ഡെലിബറേറ്റ് കറക്ഷനും പഠിച്ചു. അതിലെ മോണിറ്ററി മെഷേഴ്സും മോണിറ്ററി മെഷേഴ്സാണ് അതിൽ പഠിച്ചത്. ഫസ്റ്റ് വൺ ഡെലിബറേറ്റ് കറക്ഷനിലെ മോണിറ്ററി മെഷേഴ്സ് പഠിച്ചു. ആ മോണിറ്ററി മെഷേഴ്സിലെ 3 സബ് പോയിൻ്റ് വരെ പഠിച്ചു. ഏതൊക്കെയാണ്? മോണിറ്ററി കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ, ഡീവാലുവേഷൻ, എക്സ്ചേഞ്ച് കൺട്രോൾ. ഇനി അടുത്തത് ഡെലിബറേറ്റ് കറക്ഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്ലിബ്രിയത്തിലെ ട്രേഡ് മെഷേഴ്സും മിസ്ലേനിയസ് മെഷേഴ്സും. ട്രേഡ് മെഷേഴ്സ് സെക്കൻഡ് വൺ, തേർഡ് വൺ മിസ്ലേനിയസ് മെഷേഴ്സ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.